നിങ്ങൾക്കറിയാം മധു കൊട്ടാരക്കര, നമ്മുടെ അമേരിക്കയിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മധു കൊട്ടാരക്കര ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. അദ്ദേഹം അവിടെ നിന്ന് നമുക്കൊരു വാർത്ത തരുന്നുണ്ട്. മഞ്ഞുമലയിൽ തുരങ്കം നിർമ്മിച്ച് യൂറോപ്പിൻ്റെ ഏറ്റവും മുകളിൽ ട്രെയിൻ സ്റ്റേഷൻ സ്ഥാപിച്ച സ്വിറ്റ്സർലൻഡിലെ റെയിൽവേ എഞ്ചിനീയറിംഗ് ലോകത്തിന് തന്നെ അത്ഭുതമായിരിക്കുന്നു എന്നാണ് മധു കൊട്ടാരക്കര അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ടോപ്പ് ഓഫ് ദി യൂറോപ്പിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. നമുക്ക് പ്രേക്ഷകർ കൂടി അതൊന്ന് പരിചയമാകാൻ വേണ്ടിയാണ് മധു റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ യൂങ്പ്രോ റെയിൽവേ അതിന്റെ യാത്ര തുടങ്ങിയിട്ട് 1 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3454 മീറ്റർ ഉയരത്തിലാണ് ഈ ട്രെയിൻ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. You love the top of the Europe? Yeah, yes. We loved it. The weather is lovely here. ആയിരത്തി 1912 ഈ മലയുടെ മുകളിലെ ഒരു തുരങ്കം സാധ്യമായതോടുകൂടിയാണ് ഈ മലമുകളിലേക്കുള്ള യാത്രയുടെ അവസാന തടസ്സവും നീങ്ങിയത്. ഓഗസ്റ്റ് ആദ്യവാരം സ്വിറ്റ്സർലൻഡിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില യാത്രക്കാരുമായിട്ടാണ് ഈ തുരങ്കത്തിലൂടെ ഈ ട്രെയിൻ ഈ മലമുകളിൽ ആദ്യമായി എത്തുന്നത്. എഞ്ചിനീയറിംഗിന്റെ സാങ്കേതിക വിദ്യയും മനോഹാരിതയും സമ്മിശ്രമായി നമുക്ക് ഈ യാത്രയിലുടനീളം കാണുവാൻ സാധിക്കും. യുനെസ്കോയുടെ പൈതൃക പ്രദേശമായ എലക്ഷയുടെ ഹൃദയഭാഗം കൂടിയാണ് യൂങ്പ്രോ യോക്കിലെ ഈ പ്രദേശം. ഏകദേശം 6 ലക്ഷം ടൂറിസ്റ്റുകളാണ് പ്രതിവർഷം ഈ മഞ്ഞുമല സന്ദർശിക്കുവാൻ എത്തുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ചെലവേറിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ മഞ്ഞുമല. പക്ഷേ സ്വിറ്റ്സർലൻഡിലെത്തിയാൽ അല്പം പണം മുടക്കേണ്ടി വന്നാലും ഈ പ്രദേശം സന്ദർശിക്കുവാൻ ഒരിക്കലും മറക്കരുത്. SKN മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന അങ്ങ് കൂടുതൽ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ നിന്ന് മധു കൊട്ടാരക്കര 24.